ശ്രീ സജീവ് ജോസഫ്. സർ, പ്രതിസന്ധി നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് നൂതനമായ സാങ്കേതിക വിദ്യകളിലൂടെ പ്രതീക്ഷ നൽകുന്ന പുതിയ സമീപനങ്ങളെ, പുതിയ ദിശാബോധത്തിലേക്ക് നയിക്കുന്ന സമീപനങ്ങളെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് സർ. സ്ത്രീകൾ നയിക്കുന്ന കാർഷിക കൂട്ടായ്മകൾക്കും അതുപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങൾക്കും പിന്തുണ നൽകുന്ന പദ്ധതികൾ ഇതിൻ്റെ ഭാഗമാകുമോ? അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള പുതിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പരിശീലനം സ്ത്രീകൾക്ക് വേണ്ടി തയ്യാറാക്കുമോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരം തരാൻ സാധിക്കുമോ? മിനിസ്റ്റർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ളതായ നൂതന വിജ്ഞാന മേഖലകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതായ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കപ്പെട്ടിട്ടില്ല. സർ, ആന്ധ്രയിലെ ഖമ്മം അടക്കമുള്ളതായ മേഖലകളിൽ മുളക് കൃഷിയിൽ ഉൾപ്പെടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തിയതിൻ്റെ ഗുണഫലങ്ങൾ അവിടെയുള്ള IIT ഉൾപ്പെടെയുള്ള സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി നടത്തിയതായ പദ്ധതികളുടെ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം പദ്ധതികൾ കൃഷി വകുപ്പ് ആലോചിക്കുകയാണ്. പെപ്പർ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ മോഡൽ അടിസ്ഥാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ നിലവിൽ ഡ്രോൺ ഉൾപ്പെടെ IoT ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ അതിൻ്റെ ഭാഗമായി ക്രമീകരിക്കുന്നുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയിൽ കാർബൺ ക്രെഡിറ്റ് സംവിധാനം നിലവിൽ കേരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ തലത്തിൽ ആവിഷ്കരിച്ചു. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിയും കൃഷി വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, ഈ രോഗാതുരമായ പുതിയ സാഹചര്യത്തിൽ വിഷരഹിത പച്ചക്കറി സംലഭ്യമാക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ നയസമീപനം തന്നെയാണ് സർ. അത് സംബന്ധിച്ച് ജൈവകൃഷിയും അതുപോലെ മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംരംഭകത്വവും അതിന് പ്രത്യേകമായിട്ടുള്ള പരിശീലനവും പ്രോത്സാഹന പരിപാടികളും പ്രത്യേകമായി കൃഷി വകുപ്പ് തയ്യാറാക്കും. യെസ് മിനിസ്റ്റർ. സർ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജീവിതശൈലി രോഗങ്ങളും ചില രോഗങ്ങളുടെ ആധിക്യവുമാണ്. ഇതിനുള്ള ഏക പരിഹാര മാർഗം കാർഷിക വൃത്തിയിലേക്ക് നമ്മുടെ പൊതുസമൂഹത്തെ മുഴുവനായി മാറ്റുക എന്നുള്ളതാണ്. അതിൽ ജൈവ കൃഷി ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗത കാർഷിക മാർഗങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കതിർ ഉൾപ്പെടെയുള്ളതായ പുതിയ പദ്ധതി സംസ്ഥാന കൃഷി വകുപ്പ് വിഭാവനം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകളും സംസ്ഥാന സർക്കാരിൻ്റെ സ്കീമുകളും എല്ലാം ഇതിനു വേണ്ടിയുണ്ട്. അത് ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും.